വന്ന ആളാണ്. അത് ശരിക്കും ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആവാൻ തന്നെ കാരണം ഞാനൊരു 6 വർഷം മുന്നേ ഞാനൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിരുന്നു. അതിന് ഇവിടെ ഞങ്ങൾ ഫ്രീ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. ഒരു സുപ്രഭാതത്തിൽ ശ്രീജ നായർ ആത്മഹത്യക്ക് ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു അവശ നിലയിൽ എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നു. ഷീസ് നോ മോർ എന്നുള്ള മെസ്സേജ് ഒത്തിരി സ്പ്രെഡായിരുന്നു ഗൾഫിലൊക്കെ. ശരിക്കും പറഞ്ഞാൽ അതോടുകൂടി എൻ്റെ നല്ല ഫ്രണ്ട്സിനെ തിരിച്ചറിയാൻ പറ്റി. കാരണം അവരുടെയൊക്കെ റിയാക്ഷൻസ് ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടപ്പോൾ അത് വാട്സപ്പിൽ സ്പ്രെഡ് ചെയ്ത ന്യൂസ് തന്നെയായിരുന്നു ഷീസ് നോ മോർ എന്നുള്ളത്. ശ്രീജ ഇത് സംഭവിച്ച സമയത്ത് എന്റെ ഇൻബോക്സിൽ ഡു യു നോ ദിസ് പേഴ്സൺ, എന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു, എന്ത് പറ്റിയെന്ന് അറിയില്ല, ഒന്ന് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കുമോ. ഞാൻ പറയാം എനിക്ക് ശ്രീജയുടെ നമ്പറൊന്നും ഇല്ല എന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി എത്ര പേര് കുറെ പേർക്ക് കൺസേൺഡ് ആയിട്ട് കോമൺ ഫ്രണ്ട്സ് കണ്ടിട്ട് എന്റെ അടുത്തൊക്കെ ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ശ്രീജയെ കുറിച്ച്. ഒരിക്കലും തോന്നി ഫേസ്ബുക്കിലും മറ്റ് നവമാധ്യമങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് പരിമിതികൾ വല്ലതും തോന്നിയിട്ടുണ്ടോ? ഞാൻ 10-12 വർഷമായിട്ട് ഞാൻ ഈ ചാനൽ ഷോസും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഞാൻ ഒരിക്കലും ലൈംലൈറ്റിലോട്ട് ഓൺ സ്ക്രീൻ വന്നിട്ടില്ല. കുറച്ച് ആൾക്കാർക്ക് മാത്രം സജിന നജാം ആരെന്ന് അറിയാം, കാരണം ചാനലിന്റെ ആൾക്കാർ. ഞാൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം. ഓക്കെ, എന്റെ ഡാൻസ് ടീമിനെ എല്ലാവർക്കും അറിയെങ്കിലും ഞാൻ എന്ന വ്യക്തിനെ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ വൺസ് ഞാൻ ഫേസ്ബുക്കിനാണ് താങ്ക്സ് പറയുന്നത്. ഫേസ്ബുക്ക് വന്നപ്പോൾ ആദ്യം തമാശയ്ക്ക് 2-3 പിക്ചേഴ്സ് ഇട്ട് ഞാൻ തുടങ്ങിയതാണ്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ എന്നെക്കുറിച്ച് അപ്ഡേറ്റ്സ് ഡെയിലി ചെയ്യുമ്പോൾ ആൾക്കാർ എന്നെ മനസ്സിലാക്കി തുടങ്ങി. ഇന്ന ആളാണ് ഈ സെറീന എന്ന ഡാൻസ് സ്കൂൾ നടക്കുന്ന സജിന എന്ന് എന്നെ എല്ലാവരും അറിഞ്ഞത് ഫേസ്ബുക്കിലൂടെയാണ് കൂടുതൽ അറിഞ്ഞത്, ഒരുപാട് പേര് അറിഞ്ഞത്. എനിക്കത് ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് പോസിറ്റീവ്നെസ് ആണ് എനിക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് നടിയാണോ, എന്താ ഏത് കോളേജിലാണ് പഠിക്കുന്നത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം താൻ പോയി എന്റെ പ്രൊഫൈൽ വായിക്കുന്നു പറയും. അപ്പൊ കൊറിയോഗ്രാഫർ. അങ്ങനെയാണ് എന്നെ ആൾക്കാർ കുറെ അറിഞ്ഞു തുടങ്ങിയത് ഫേസ്ബുക്കിലൂടെ. തിരിച്ചെത്താം സ്ത്രീ ഡയമെൻഷനിൽ ഒരു ചെറിയ ഇടവേള. വെളുപ്പിൽ 4 മണി 5 മണി വരെയൊക്കെ ഞാൻ ചിലപ്പോൾ ഓൺലൈനിൽ ഇരിക്കാറുണ്ട്. പക്ഷെ ചാറ്റ് ഓഫ് ചെയ്തിടും. പച്ചയായിട്ട് കത്തിയ പ്രശ്നമാണ്. ഞാൻ പക്ഷെ ഓഫ് ചെയ്യാറില്ല ചാറ്റ്. പക്ഷെ ഈ 2 തവണ നമ്മൾ അത് അവോയ്ഡ് ചെയ്യുമ്പോൾ പിന്നെ ഇങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ ആരും വരത്തില്ല. നമ്മൾ സാധാരണ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെല്ലാം തന്നെ ഭൂലോകത്തിൽ നമുക്ക് നമ്മളെ വെളിപ്പെടുത്താതെ നമ്മുടെ ഊരും പേരും ഒന്നും പറയാൻ നമുക്ക് എഴുതാൻ പറ്റും എന്നുണ്ട്. എന്തുകൊണ്ടാണ് ഓൺലൈൻ ലോകത്ത് വരുന്ന പെണ്ണെഴുത്തുകാർക്കും ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ വരുന്നത്, ഇടയ്ക്കിടയ്ക്ക് കാണാണ്ടാവുന്നത് എങ്ങോട്ടാണ്? നേരത്തെ ആളുകൾക്ക് താല്പര്യമുണ്ടായിരുന്ന അത്രയും ഇപ്പൊ ബ്ലോഗുകൾ വായിക്കുന്നില്ല. പക്ഷെ പലരും ഫേസ്ബുക്കിലെ കാര്യമായിട്ട് എഴുതുന്നുണ്ട്. ഫേസ്ബുക്കിൽ എഴുതിയിട്ട് മാത്രം പുസ്തകങ്ങൾ പുറത്തു വന്നിട്ടുള്ള എഴുത്തുകാരുണ്ട്. അപ്പം അങ്ങനെ ഒരു മാറി നിൽക്കൽ. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ സംഭവിക്കുന്ന അത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മൾ നിരത്തിൽ ഇറങ്ങുമ്പോൾ കുറെ വാഹനങ്ങളുണ്ട്, ആളുകളുണ്ട്, തിരക്കുണ്ട്. തിരക്കേറിയൊരു നിരത്തിൽ ഇറങ്ങുമ്പോൾ ആദ്യമായിട്ട് നടക്കാൻ പോവുകയാണെങ്കിൽ തിരക്കേറിയ നിരത്തിൽ ചെറിയ കുട്ടിയെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഒത്തിരി സൂക്ഷിക്കാനുണ്ട്. അതുപോലെ തന്നെയാണ് ഓൺലൈൻ മാധ്യമങ്ങളിലും. കാരണം സ്ത്രീകൾ എഴുതുന്ന വിഷയങ്ങളെ കുറിച്ച് ഒന്ന് ആദ്യമേ തന്നെ അതിനെ ഒരു ലേബൽ കൊടുക്കും. ഇത് പൈങ്കിളി, ഇത് പിന്നെ ഫെമിനിസം. പൈങ്കിളിയായിട്ട് അറിയപ്പെടുന്നത് അത്ര കുഴപ്പമില്ല. പക്ഷെ ഫെമിനിസ്റ്റ് ആയിട്ട് അറിയപ്പെട്ട് അങ്ങനെ ഒരു ലേബൽ അവൾക്ക് വീണു പോയാൽ ഞാനൊരു കള്ളനല്ലേ, ഞാനൊരു കൊലപാതകിയല്ലേ എന്ന് വിളിച്ചു പോകുന്ന ഒരു കണ്ടീഷനിലാണ് ഞാനൊരു ഫെമിനിസ്റ്റ് അല്ലേ എന്ന് സ്ത്രീകളുടെ സമരങ്ങളെല്ലാം അങ്ങനെയാണ്. ഇതാണ് ഒരു പ്രധാന കൺസേൺ. അതല്ലാതെ സ്ത്രീയുടെ ലോകം എന്ന് പറയുന്നതിനെ ഇങ്ങനെ മാറ്റി ഇങ്ങനെ നിർത്തുക എന്നുള്ളതല്ലാതെ അതിനെ അറിയാൻ ശ്രമിക്കുക, എന്താണ് ആലോചിക്കുന്നത്, എന്തു പറയാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആ രീതിയിലുള്ള ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു താല്പര്യമോ ഒന്നും സാധാരണ പൊതുലോകത്തില്ലാത്തതുപോലെ ഭൂലോകം എന്നുള്ളത് ആ ഒരു രീതിയിൽ പറയുന്നതാണ്. അവിടെയും കുറവ് തന്നെയാണ്. അതിൽ മനസ്സിലാക്കാൻ ഞാൻ നോക്കിയിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെല്ലാം തന്നെ ഭൂലോകത്തിലെ എഴുത്ത് ജീവിതത്തിലും ശ്രദ്ധിക്കാനുണ്ട്. കരുതൽ ആവശ്യമാണ്, പക്ഷെ ഭയം ഒന്നും വേണ്ട. ഈ ഫേസ്ബുക്കിലുള്ള ഇപ്പം ഞാൻ പലരും ഉപയോഗിക്കുന്ന കേട്ടോ, രാത്രി ഓഫീസ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി രാത്രി ജോലി ചെയ്യുമ്പോൾ നിനക്കൊന്നും ഈ നേരത്ത് വേറെ പണിയില്ലേ, രാത്രികളിലാണോ ഈ ജോലി എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? രാത്രി ഇപ്പൊ കുറച്ച് താമസിച്ചിട്ട്
നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ഗേൾസ് ആണ് അതിൽ കമന്റ് ഇടുകയാണെങ്കിൽ ബോയ്സ് പറയും നിനക്ക് ഉറങ്ങാറായില്ലേ, പോയി കിടന്ന് ഉറങ്ങിക്കൂടെ, എന്തിനാ ഇപ്പൊ രാത്രി ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അതായത് ഗേൾസിന് ഇപ്പൊ എന്തിനാ ഇപ്പോ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? ഇപ്പൊ രാത്രി കിടന്നുറങ്ങേണ്ട സമയമാണ്, ഗേൾസ് കിടന്നുറങ്ങണം എന്നുള്ള ഒരു ഇതാണ്. രാവിലെ 6 മണിക്ക് എണീക്കണം. ശ്രീജയ്ക്ക് ഇത് കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ ലേറ്റ് നൈറ്റും വെളുപ്പാങ്കാലത്തും ഒക്കെ ഓൺലൈനിൽ ഇരിക്കുന്ന ആളാണ്. കാരണം പലപ്പോഴും വർക്ക് കഴിഞ്ഞ് വന്ന് എനിക്ക് ഒത്തിരി മെസ്സേജസ് വരാറുണ്ട്. മിക്കവാറും എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അത് ചിലപ്പോൾ രാത്രി 4 മണി, വെളുപ്പിന് 4 മണി 5 മണി വരെയൊക്കെ ഞാൻ ചിലപ്പോൾ ഓൺലൈനിൽ ഇരിക്കാറുണ്ട്. പക്ഷെ ചാറ്റ് ഓഫ് ചെയ്തിടും. പച്ചയായിട്ട് കത്തിയ പ്രശ്നമാണ്, ഉറങ്ങാറായില്ല. അപ്പൊ ഞാൻ അങ്ങനെ വരുന്ന ആൾക്കാരോട് ഞാൻ പറയും ഇറ്റ്സ് മൈ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് നിർത്താറുണ്ട്. ഈ രാത്രി പച്ചലൈറ്റ് ഇട്ടാൽ പ്രശ്നമാവുന്നുണ്ടായിരിക്കുമോ സൈബർ ലോകത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം? ഒരു ഇൻസിഡന്റ് ഉണ്ട്, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ തന്നെ രാത്രി ഓൺലൈനിൽ തന്നെ ഒരു 10:00-ക്ക് ശേഷം കണ്ടപ്പോൾ എന്നോട് ചോദിച്ചത് ഉറങ്ങാറായില്ലേ. അപ്പൊ ഞാൻ എൻ്റെ ഭർത്താവിന്റെ സുഹൃത്താണെന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എത്തുന്നേ ഉള്ളൂ, ഹസ്ബൻഡ് എത്തുന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നി ആ സംഭാഷണം അവിടെ വെച്ച് നിർത്തുന്നതാണ് ഭംഗി എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ചാറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പച്ചലൈറ്റ് കാണുമ്പോഴാണ് ഈ പ്രശ്നം പലർക്കും ഉള്ളത്. പിന്നെ ഈ ഫേസ്ബുക്കിന്റെയും ഓർക്കുട്ടിന്റെയും ഒക്കെ സ്വകാര്യ ഇടങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾ അതിപ്പോ രാത്രി എന്നൊന്നും ഇല്ല വന്ദന. കാരണം അത് ഏത് നിമിഷം നമ്മൾ ചാറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും ഈ നേരത്തെ എച്ച്മുക്കുട്ടി പറഞ്ഞ പോലെ അതൊരു സ്വകാര്യ ഇടമാണെങ്കിലും അവിടെ എന്തും നമ്മളോട് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് പുരുഷന്മാരിൽ ഭൂരിഭാഗവും. നേരിട്ട് കാണുമ്പോൾ വളരെ നല്ലവരായിട്ട് പെരുമാറുന്നവർ പോലും ഈ അനോണിമിറ്റിയുടെ സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള തെറ്റിദ്ധാരണയിൽ അബദ്ധങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മള് ഒരു ഫോട്ടോ വന്നല്ലോ, ഇനിയിപ്പം തലതല്ലി ചാവുകയും മാർഗമുള്ളൂ. അത് ഞാൻ വളരെ ശക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇനി ആത്മഹത്യ ചെയ്യേ മാർഗമുള്ളൂ, അല്ലെങ്കിൽ ഇനിയിപ്പം എന്ത് ചെയ്യും, ജീവിതം തകർന്നു എന്ന് ദയവ് ചെയ്ത് ഒരു സ്ത്രീയും വിചാരിക്കരുത്. ഒരു ഫോട്ടോയിലൊന്നും അവസാനിച്ചു പോകുന്നതല്ല ഒരു മനുഷ്യന്റെ ജീവിതം. ഞാൻ എപ്പോഴും എന്റെ ഫേസ്ബുക്കിൽ വന്ന ഒരാള് എനിക്ക് അനിഷ്ടകരമായ ഒരു കമന്റ് പോസ്റ്റ് ചെയ്താൽ ഞാൻ അയാളെ വിളിച്ച് ഞാൻ പറയും എനിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയുടെ ഭാഗമാണെങ്കിലും എന്റെ ഫേസ്ബുക്കിലെ എന്റെ പേജ് എന്ന് പറയുന്നത് എന്റെ സ്വകാര്യമായ സ്പേസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്തും എന്റെ മാത്രം ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യങ്ങളും എനിക്ക് ഇടാൻ ആവശ്യമുള്ള കാര്യങ്ങളും. അവിടെ വന്ന് നിങ്ങളൊരു മോശം കമന്റ് ഇടുന്നത് ഞാൻ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഞാൻ പറയും എനിക്ക് താല്പര്യമില്ല, ഞാൻ ആ കമന്റ് അപ്പൊ ഡിലീറ്റ് ചെയ്യും. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ വളരെ സ്വകാര്യമായ ഒരു സ്ഥലത്ത് സേഫ് ആയിട്ടിരുന്ന് ഇത് ചെയ്യാണ് എന്നാണ്. പക്ഷെ നമ്മൾ അത്ര സ്വകാര്യമായ സ്ഥലത്തൊന്നുമല്ല ഇരിക്കുന്നത്. കാരണം നമ്മളുടെ കമ്പ്യൂട്ടറും നമ്മളുടെ മൊബൈലും എല്ലാം കൃത്യമായ നിരീക്ഷണത്തിലാണ്. രാഷ്ട്രീയമായ നിരീക്ഷണമായാലും അധികാരത്തിന്റെ നിരീക്ഷണമായാലും നമ്മൾ ഈ നിരീക്ഷണങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതുന്നു, നമ്മൾ എന്ത് വായിക്കുന്നു, നമ്മളുടെ മാനസികാവസ്ഥ, ഫേസ്ബുക്കിലൊക്കെയുള്ള ഒരു പ്രധാന പ്രശ്നം അതാണ്. ഞാൻ ഇന്ന് രാവിലെ ചായ കുടിച്ചു, ഞാൻ ഉച്ചയ്ക്ക് ഇന്നടുത്ത് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് നമ്മളുടെ കുറച്ച് ദിവസത്തെ ആ ഒരു ഫേസ്ബുക്ക് അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ മാനസികാവസ്ഥ ഏകദേശം ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ആർക്കും മനസ്സിലാക്കാം. സ്വകാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരു ചില്ലുകൊട്ടാരത്തിൽ താമസിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് എഴുതിയാലും എന്ത് പോസ്റ്റ് ചെയ്താലും ആരെക്കുറിച്ച് എന്ത് റൂമർ പരത്തിയാലും വേണമെങ്കിൽ അത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതിനൊക്കെ എന്ത് തോന്നുന്നു? ഒരു ഗ്ലാമർ ഇൻഡസ്ട്രിയിലാണ് സത്യം പറഞ്ഞാൽ സജന വർക്ക് ചെയ്യുന്നത്. ശ്രീജ പറഞ്ഞതിന് ഞാനും ലേറ്റ് നൈറ്റ് ചിലപ്പോൾ ഷോസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടായിരിക്കും ഫേസ്ബുക്ക് നോക്കുന്നത്. അപ്പോൾ ഞാൻ പക്ഷെ ഓഫ് ചെയ്യാറില്ല ചാറ്റ്. പക്ഷെ ഈ 2 തവണ നമ്മൾ അത് അവോയ്ഡ് ചെയ്യുമ്പോൾ പിന്നെ ഇങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ ആരും വരത്തില്ല. എന്നോട് ചോദിക്കണ്ടേ 1 മണിക്കാണ് ഞാൻ ചാറ്റ് ചെയ്യണമെങ്കിൽ ഈ 1 മണിക്ക് എന്തിനാ ഉറക്കം ഇല്ലേ എന്ന് ചോദിക്കും. ഞാൻ പറയും എപ്പോഴും ഓൺലൈൻ ആണല്ലോ. ഞാൻ പറഞ്ഞു ഞാനല്ലേ ഓൺലൈൻ. ഇപ്പം താൻ ഓൺലൈൻ ആയതുകൊണ്ട് ഉറക്കമില്ലാതെ ഇരിക്കുന്നതുകൊണ്ടല്ലേ എനിക്ക് ഞാനിപ്പോൾ താനെന്തിനാണ് ഈ സമയത്ത് ഓൺലൈൻ ആയത്, അതുകൊണ്ട് എനിക്ക് ഓൺലൈൻ ആവുമെന്ന് പറയാൻ. പിന്നെ അതുപോലെ ഇങ്ങനത്തെ മെസ്സേജസ് ഒരുപാട് വരും. ഞാൻ വെറും ചാനൽസിൽ മാത്രം ചെയ്തുകൊണ്ടപ്പോൾ ഇത്ര ശല്യമില്ലായിരുന്നു. ബട്ട് വൺസ് സിനിമയിലോട്ട് കൂടെ കടന്നപ്പോൾ അവിടെ വിചാരം സിനിമാക്കാരെ എന്ത് വേണമെങ്കിലും പറയാമെന്നാണ്. പരമബോറന്മാരായ കുറച്ചുപേരുള്ളത് കൊണ്ടാണോ സൈബർ ലോകത്ത് സ്ത്രീ സാന്നിധ്യം കുറയുന്നത്? ചർച്ച തുടരും ഇടവേളയ്ക്ക് ശേഷം. എച്ചുമ്മക്കുട്ടി തുടക്കത്തിൽ പറഞ്ഞ മാതിരി എല്ലാത്തിനും പേടിക്കുന്ന സ്ത്രീ നേർക്ക് നിന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവൾ ഫെമിനിസ്റ്റ് ആവും, അല്ലെങ്കിൽ അവൾ ശരിയല്ല എന്ന് പറയും, അല്ലെങ്കിൽ അവൾക്ക് വീട്ടിൽ വെച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് നടക്കാന്ന് പറയും. ഒരു പ്രീ കൺസീവ്ഡ് സാധനങ്ങളുണ്ട്. ഏതിലൊക്കെ വിഷയങ്ങൾ അഭിപ്രായം പറയാം, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ എഴുതാം എന്നുപോലും. ഇപ്പൊ ബ്ലോഗിലെല്ലാം എഴുത്തിനാണെങ്കിൽ തന്നെ ചില
ഹെവി ആയ വിഷയങ്ങളിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഈ മാതിരി പ്രതികരണങ്ങളാണ് വരിക എന്ന് പറഞ്ഞു. അല്ലാത്ത ലോകത്തുള്ള എഴുത്തും അല്ലാത്ത ലോകത്തുള്ള ജീവിതം വെച്ച് നോക്കുമ്പോൾ സൈബർ ലോകത്ത് എത്രത്തോളം ഭേദമാണോ സ്ഥിതി? സൈബർ ലോകത്ത് ഭേദമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ പരമബോറന്മാരായ ആളുകൾ കുറേയൊക്കെ ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഈ സ്ത്രീ പ്രശ്നം എന്ന് മനസ്സിലാക്കാതെ, സത്യത്തിൽ സ്ത്രീ പ്രശ്നം എന്നൊരു പ്രശ്നമല്ല, അതൊരു മനുഷ്യ പ്രശ്നമാണ്. അതിനെ മനുഷ്യ പ്രശ്നം എന്നുള്ള രീതിയിൽ കാണുകയും, ബലാത്സംഗം ഒരു സ്ത്രീ പ്രശ്നമാണ് ഒരിക്കലുമല്ല, അതൊരു മനുഷ്യ പ്രശ്നമാണ്. അല്ലെങ്കിൽ അതെ, അപ്പം അതിനെ ആ രീതിയിൽ കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ പെൺവാണിഭം ഒരു മനുഷ്യ പ്രശ്നമാണ്, അതൊരു സ്ത്രീ പ്രശ്നമായിട്ട് ചുരുക്കുക എന്ന് പറയുന്നതാണ് ആ പ്രശ്നത്തിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ അനീതി. സ്ത്രീ പ്രശ്നങ്ങളെ എല്ലാ മനുഷ്യ പ്രശ്നങ്ങളായിട്ട് തിരിച്ചറിയുകയും അതിനെ ആ രീതിയിൽ മനസ്സിലാക്കുകയും ആഴത്തിൽ പഠിക്കുകയും ചെയ്യുന്ന വളരെ ഉയർന്ന സെൻസിബിലിറ്റി ഉള്ള ഒത്തിരി പുരുഷന്മാർ സൈബർ ലോകത്തുണ്ട്. ഈ പരമബോറന്മാരുടെ പ്രശ്നം എങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, അത് രാധിക പറഞ്ഞതുമാതിരിയാണ്, അതൊരു ദുർഗന്ധമാണ്, അതിങ്ങനെ പരക്കും. അപ്പോൾ പിന്നെ പരമബോറന്മാര് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർക്ക് ഇതാണ് അവരുടെ പ്രധാന ജോലി. അപ്പോൾ ഈ ഒരു ജോലി, ഇപ്പോൾ നമ്മൾ ഏത് ജോലി 24 മണിക്കൂർ ആവേശത്തോടു കൂടി ചെയ്യുന്നുവോ ആ ജോലിയിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെയാണ് പരമബോറന്മാരുടെ കാര്യം. സ്ത്രീകൾ വളരെ സൗഹാർദ്ദപരമായി തന്നെ ഇത്തരം പുരുഷന്മാരുടെ ഇടപെടലുകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന വാഗ്ധോരണിയോ അല്ലെങ്കിൽ വാക്ചാതുര്യോ അല്ലെങ്കിൽ എഴുത്ത് ചാതുര്യമുള്ള സ്ത്രീകളുണ്ട് നമ്മുടെ ഇടയിൽ നന്നായി തന്നെ. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുന്ന പുരുഷന്മാരുടെ എണ്ണം കൂടുതലുമാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും ഒരു നല്ല സുഗന്ധമുള്ളൊരു സ്ഥലത്ത് ഉള്ള ചില ദുർഗന്ധങ്ങളാണ് ഇത്തരം പുരുഷന്മാർ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഇത്തരം ആളുകൾ. അഖില എന്ത് പറയുന്നു? ഇപ്പൊ നമ്മൾ ഈ ചർച്ച സ്ത്രീകൾക്ക് സാന്നിധ്യം കുറഞ്ഞ ഒരുപാട് പേർക്ക് ആക്സസ് ഇല്ല. നവമാധ്യമങ്ങളിലെ ലോകത്തേക്ക് സ്ത്രീകൾക്ക് ആക്സസ് കുറവുള്ള ഒരു പ്രശ്നവുമുണ്ട്. ഇതൊക്കെ മാറുമെന്ന് അഖിലേക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നേരത്തെ പോലെ ന്യൂജൻ ആയതുകൊണ്ട് ചോദിച്ചത് എന്താ പ്രതീക്ഷ പറയും. ഫേസ്ബുക്കില് ഇപ്പൊ ഒരു പ്രൊഫൈൽ ആഡ് ചെയ്യാൻ വേണ്ടി, ജോയിൻ ചെയ്യാൻ വേണ്ടി മടിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. എനിക്ക് തന്നെ ഫ്രണ്ട്സ് ഉണ്ട്. ഫേസ്ബുക്കില് ID തുടങ്ങുക, അത് നല്ല ഇതല്ലല്ലോ, നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കത്തില്ലേ? പക്ഷെ എന്തുകൊണ്ട് അതൊരു ചീത്ത ഇതാണ് എന്നുള്ള ഒരു ഇത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാത്തിനും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നമ്മളെപ്പോഴും പോസിറ്റീവ് ആസ്പെക്ട്സിനെ നോക്കുവാണെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടിരിക്കും. പ്രതികരിക്കാനുള്ള കഴിവാണോ ഫേസ്ബുക്ക് പോലുള്ള നവമാധ്യമങ്ങളിൽ സ്ത്രീകൾക്ക് തുണയാവേണ്ടത്? എന്റെ ഒരു കാര്യം വെച്ചാൽ എനിക്ക് തോന്നുന്നു, അപ്പൊ ഞാൻ അത് മൊത്തക്കി പറയാം. അതിപ്പോ ഫേസ്ബുക്കിലാണെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നത് പറയും. ശ്രീജ എങ്ങനെ നിർത്തും ഈ ബോറന്മാരെ? അല്ലെങ്കിൽ ശ്രീജ മുന്നോട്ട് പോകുന്നത് എന്ത് വിചാരിച്ചിട്ടായിരിക്കും? ശരിക്കും ഇത്തരം ദുർഗന്ധങ്ങൾ എന്റെ ഇൻബോക്സ് ശരിക്കും പറഞ്ഞ ഒരു മഞ്ഞ ബുക്കായിരുന്നു ഒരു കാലത്ത്. കാരണം എനിക്കൊരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ഗ്ലാമർ ഇമേജും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം. ഇപ്പൊ ഫസ്റ്റ് ഇതുപോലെയുള്ള ഒത്തിരി കമന്റ്സ് വരും. ഞാൻ ഫസ്റ്റ് ഒരു വാൺ ചെയ്യും. സെക്കൻഡ് ഞാൻ പറയും ഇനി എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ സ്ക്രീൻഷോട്ട് ഇടും എന്ന് പറയും. രണ്ടാമത് ചില ധൈര്യശാലികൾ വീണ്ടും സെയിം റിപ്പീറ്റ് ചെയ്യും. ഞാനത് സ്ക്രീൻഷോട്ട് ഇടും, എന്നിട്ട് ഒരു കമന്റും ഇടും. ന്യൂ മീഡിയയിലെ താരമാകാൻ പെൺകരുത്തിന് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. പക്ഷെ ഒന്നുറപ്പാണ്, ഓഫ്ലൈൻ ആകില്ല ഒരിക്കലും ഈ പെൺ യാത്രികർ. കാണാം സ്ത്രീ ഡയമെൻഷനിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.